ബിഷപ്പ് ഫ്രാങ്കോവിൻ്റെ പ്രേതം നമുക്ക് ചുറ്റും പറന്നു നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെറ്റിനെ ഫ്രാങ്കോവിൻ്റെ പീഡനം അനുഭവിക്കേണ്ടി വന്നതായ കന്യാസ്ത്രീ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു അഭിമുഖം നൽകുന്നത്. ആ അഭിമുഖം നൽകുന്നതിന് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്, നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്ക് യാതൊരു വിധമായിട്ടുള്ള പരിഗണനയും കിട്ടിയില്ല എന്ന അവരുടെ വേദന കൊണ്ടാണ്. കാരണം ഇതൊരു തുടർച്ചയാണ്. അവൾക്കൊപ്പം എന്ന് പറയുന്നത് പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യം മാത്രമായി തീരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൾക്കൊപ്പം എന്ന് പറയുന്ന ഘോഷയാത്രയും അതേപോലെ തന്നെ സമരങ്ങളും ഘോരഘോരമുള്ള പ്രസംഗങ്ങളുമൊക്കെ നടക്കും. പക്ഷേ അവൾക്കൊപ്പം ആരുമില്ല എന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചറിയലിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ടാണ് കന്യാസ്ത്രീ ആയിട്ടുള്ള അതിജീവിതയായിട്ടുള്ള ഈ സ്ത്രീ അവർ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ഏഷ്യാനെറ്റിന് മുന്നിൽ സംസാരിച്ചു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ്. ആ ശരീരത്തിൽ കൈവെക്കാൻ, ആ ശരീരത്തെ അധീനപ്പെടുത്താൻ ആർക്കാണ് അവകാശം? ജനാധിപത്യം മറ്റൊരാൾക്ക് അവകാശം നൽകുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും. സ്ത്രീ ആയിരിക്കുന്ന സമയത്ത് അവരെ ഏത് കോൺഗ്രിഗേഷനിലാണോ നിൽക്കുന്നത് അതിൻ്റെ നിയമാവലിക്ക് അകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് നിയമത്തിന് അവരെ സംരക്ഷിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വമുണ്ട്. അതിവിടെ നിർവഹിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭയിൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു എന്നവർ പറയും. ആ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള പീഡനം അവർ ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇത് തുറന്നു പറയാനായിട്ട് എന്തുകൊണ്ട് മുൻപ് നിങ്ങൾ തയ്യാറായില്ല എന്നുള്ള ചോദ്യത്തിന് അവർ കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സഭ അവരെ പുറത്താക്കും, സഭയിൽ നിന്ന് ചാടിയവൾ എന്ന് പറയുന്ന ഒരു വലിയ ആക്ഷേപം അവർക്കുണ്ടായിത്തീരും. അവരുടെ ജീവിതം തന്നെ തുലച്ചു കളയാനായിട്ടുള്ള എല്ലാ സംവിധാനവും, എല്ലാ പ്രൊപ്പഗാൻഡയും സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തും. ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നുണ്ട്, കേസ് വരുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ ഈ പ്രശ്നം സഭയ്ക്ക് പരിഹരിക്കാമായിരുന്നതായിരുന്നു. കാരണം ഇവർ സഭയ്ക്കാണ് ആദ്യം പരാതി കൊടുത്തത്. സഭ അതിലേക്ക് അന്വേഷണം നടത്തി ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഇത് പുറത്തേക്ക് പോലും വരില്ലായിരുന്നു. പക്ഷേ സഭയ്ക്ക് കന്യാസ്ത്രീ എഴുതിയ കത്ത് കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് വന്ന സമയത്ത് അവരുടെ സഹോദരനെ ഏൽപ്പിക്കുന്നതോടുകൂടിയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരികയോ ഇതുപോലുള്ള ഒരു പ്രശ്നമായിട്ട് വികസിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് കന്യാസ്ത്രീ ജീവിതത്തിൻ്റെ പരിപാവന കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് തുല്യമാണെന്നുള്ള പ്രഖ്യാപനമാണ്.